99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് യാ ലത്തീഫു എന്ന് പറയുന്നത്. യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ് ധാരാളം ആളുകൾ പതിവാക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന് അബ്ജദിന്റെ കണക്കുണ്ട്. ആ അബ്ജദിന്റെ കണക്കനുസരിച്ച് നമ്മൾ ചൊല്ലുകയും അതിനുശേഷം അത്ഭുതകരമായ ഒരു ആയത്ത് പാരായണം ചെയ്യുകയും ചെയ്താൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം പല ആളുകൾക്കും അറിയുകയില്ല. ഏതാണ് അബ്ജദിന്റെ കണക്കെന്നും ഏതാണ് ആയത്തെന്നും നമ്മൾക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. ശാന്തിയും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. 99 ഇസ്മുകൾ അസ്മാഉൽ ഹുസ്ന. അതിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്മുൽ ആളമാണെന്ന് വരെ പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്ന് പറയുന്നത്. ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അഥവാ അബ്ജദിന്റെ കണക്കനുസരിച്ച് ചെല്ലണം. അതുപോലെ തന്നെ ഈ ഇസ്മു ചൊല്ലിയതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂലി, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അബ്ജദിന്റെ കണക്കെത്രയാണ് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിൽ 4 ഹർഫുകളുണ്ട്. ഒന്ന് ലാമാണ്, ഒന്ന് ത്വാ ആണ്, മറ്റൊന്ന് യാ ആണ്, മറ്റൊന്ന് ഫാ ആണ്. ലാമ് എന്ന് പറയുന്ന ഹർഫ് 30നെ സൂചിപ്പിക്കുന്നതാണ്. 30 എന്ന അക്കത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ത്വാ എന്ന് പറയുന്നത് 9നെ സൂചിപ്പിക്കുന്നതാണ്. യാ എന്ന് പറയുന്നത് 10നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ 49ആയി. ഫാ എന്ന് പറയുന്ന ഹർഫ് 80 എന്ന അക്കത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ആകയാൽ 129 ആണ്. മഹാന്മാര് പറയുന്നു ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അബ്ജദിന്റെ കണക്ക് 129 ആണ്. അപ്പൊ ഒരാൾ 129 പ്രാവശ്യം യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഒട്ടനവധി മഹത്വങ്ങൾ നൽകുന്നുണ്ട്. എത്ര പ്രാവശ്യം ചൊല്ലണം? 129 പ്രാവശ്യം. വമൻ അറാദ തസ്ഹീല റിസ്ഖി, ഒരാൾ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയദ്കുറുഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും മുടങ്ങാതെ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലട്ടെ. എത്ര പ്രാവശ്യം? 129 മറ, 129 പ്രാവശ്യം. എത്ര പ്രാവശ്യ? 129 പ്രാവശ്യം. അങ്ങനെ 129 പ്രാവശ്യം ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ യറൽ ബറക്കത ഫീ റിസ്ഖിഹി, നമ്മളെ ഭക്ഷണത്തില്, നമ്മളെ ജീവിതത്തില്, നമ്മളെ കുടുംബത്തില്, നമ്മളെ മക്കളില് എല്ലാ ഭാഗത്തും ബറക്കത്ത് കാണാൻ കഴിയും. വമാലിഹി, നമ്മളെ സമ്പത്തില് അല്ലാഹു വർദ്ധനവ് നൽകുകയാണ്. അതാണ് ലത്തീഫ് എന്ന് പറയുന്നത് ഇസ്മിന്റെ അതിമഹത്തായ ഗുണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ 129 പ്രാവശ്യം യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫു, അതിന്റെ കൂടെ യാ അല്ലാ എന്ന് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. യാ ലത്തീഫ് യാ അല്ലാ യാ ലത്തീഫ് യാ അല്ലാ, അങ്ങനെ 129 പ്രാവശ്യം ഒരാൾ ചൊല്ലിയതിന് ശേഷം സൂറത്തു ശൂറയിലെ 19ാമത്തെ ആയത്ത് 9 പ്രാവശ്യം ചൊല്ലണം. സൂറത്തു ശൂറയിലെ 19ാമത്തെ ആയത്ത്
9 പ്രാവശ്യം ചെല്ലണം. ഏതാണ് ആയത്ത്? അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. എഴുതി വെച്ചോളൂ ഉമ്മമാരെ. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. ഇത് 9 പ്രാവശ്യം പറയണം. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കുകയാണ്. അള്ളാഹു സമ്പത്ത് നൽകും, അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ജീവിതത്തിൽ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളും ചൊല്ലിയും. ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മളെ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ കണക്ക് 129 പ്രാവശ്യമാണ്. 129 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. മറ്റൊരു കണക്ക് മഹാന്മാര് പറയുന്നു 16,641. ഇത് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു, അതല്ലെങ്കിൽ യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അസ്മാഉൽ ഹുസ്നയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 16,000 അല്ല 1,00,000 പറഞ്ഞാലും ഓൽക്കതൊരു പ്രയാസമായി തോന്നൂല എന്നുള്ളതാണ്. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക, 129 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സൂറത്തു ശൂറയിലെ 19ാമത്തെ ആയത്ത് കൃത്യമായി 9 പ്രാവശ്യം നമ്മൾ പറയണം. എന്നിട്ട് നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ 2 കരങ്ങളും ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും ഉമ്മമാരെ. അതിൽ യാതൊരു സംശയമില്ല. വിശ്വാസം വേണമെന്നുള്ളതാണ്. യാ ലത്തീഫു എന്ന് പറയുന്ന ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു, ഇപ്പോൾ ഇറങ്ങിയ, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രയാസമുണ്ടോ, ടെൻഷനുണ്ടോ, അത് അല്ലാഹു തട്ടിത്തരും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിത്തരുകയാണ്. വയൂരിസു സുറൂറ, സന്തോഷം അനന്തരം നൽകും. സന്തോഷം ഉണ്ടാവും. സന്തോഷമാണല്ലോ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വയദ്ഫുൽ ബലാഅൻ നാസില, നമ്മൾ കറങ്ങിയ ആഫത്ത് മുസീബത്തുകൾ തട്ടിത്തരും. സുബ്ഹാനല്ലാഹ്, നമ്മൾ കറങ്ങിയ ആഫത്ത് മുസീബത്തുകൾ അല്ലാഹു തട്ടിത്തരും. ഇതൊരൊറ്റ ഇസ്മ ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന കൂലിയാണ്. അതുപോലെ തന്നെ വയജ്ലിബു തൈസീറൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. വീട് പണി തുടങ്ങി എളുപ്പമാകും. കച്ചവടം തുടങ്ങി നല്ല ലാഭം ഉണ്ടാകും. വാഹനം വാങ്ങാൻ ഉദ്ദേശിച്ചു, അത് അല്ലാഹു എളുപ്പമാക്കി തരും. മക്കളുടെ വിവാഹങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരും. പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുകയാണ്. അത്രയും പവർഫുൾ ആണത്രേ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ യാ ലത്തീഫു യാ അല്ലാഹ് പറയുമ്പോൾ തന്നെ മനസ്സിന് റാഹത്താണ്. ദയാലുവായ അല്ലാഹ് എന്നാണ്. നിന്റെ ദയ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഈ ഇസ്മ എപ്പോഴൊക്കെയാണ് ചെല്ലേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, രാവിലെ നമ്മൾ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചെല്ലണം. അതുപോലെ തന്നെ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും 129 പ്രാവശ്യം. അതിനുശേഷം സൂറത്തു ശൂറയിലെ 19ാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയത്ത് നമ്മൾ ഓതണം 9 പ്രാവശ്യം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. മഹാന്മാര് പറയുന്നു, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 129 പ്രാവശ്യം പറയണം. ഈ ഇസ്മ എല്ലാ നിസ്കാര ശേഷവും പറയണം. എന്നാൽ കൂടുതൽ ബർക്കത്തും കൂടുതൽ റാഹത്തും കൂടുതൽ സന്തോഷവും കൂടുതൽ അഭിവൃദ്ധിയും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. ഈ ഇസ്മ ചൊല്ലിയാൽ അവനെ എല്ലാ ജനങ്ങളും സ്വീകരിക്കും. ഒരാളും ഒറ്റപ്പെടുത്തൂല, കുടുംബത്തിൽ ഒറ്റപ്പെടൂല, സമൂഹത്തിൽ ഒറ്റപ്പെടൂല. എത്രയോ ആളുകൾ പറയാറുണ്ട്, എന്നെ ഒറ്റപ്പെടുത്താണ് ഉസ്താദെ, ആർക്കും എന്നെ വേണ്ട, അമ്മായിമാക്ക് വേണ്ട, മൂത്തച്ഛനെ ഇഷ്ടം, അമ്മായിമാക്ക് ഇളയച്ചിനാണ് ഇഷ്ടം എന്ന് മൂത്തച്ഛി പറയാ, ഉമ്മാക്ക് വലിയനെ ഇഷ്ടം, വലിയ മകനെ ഇഷ്ടം, ചെറിയ മകനെ ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ കംപ്ലൈന്റുകൾ, അതൊക്കെ ഒരു തോന്നലാണ്. അമ്മമാർക്കൊക്കെ കണക്കന്നെക്കാരം എല്ലാ മക്കളും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അപ്പൊ ഏതായാലും എല്ലാ ആളുകളും നമ്മളെ ഏറ്റെടുക്കും. ഒരാൾ നമ്മളെ തള്ളിപ്പറയൂല. നമ്മളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നമ്മളെ സ്വീകരിക്കുകയാണ്. ഇനി ഇസ്മ നമ്മൾ പതിവാക്കണം. വൈൻകാന ഫഖീറൻ ഇസ്തഗ്നാ, നീ ഒരു ദരിദ്രനാണെങ്കിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും, സാമ്പത്തികമായ പുരോഗമനം നൽകും. നിന്റെ ഫക്കീർ തരം അള്ളാഹു മാറ്റിത്തരുന്ന പറഞ്ഞത്. ഇതൊക്കെ മഹാന്മാർ കൃത്യമായി പറഞ്ഞതാണ്. ചെയ്ത് പരീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കടക്കാരനാണ്, കടത്തിൽ മുങ്ങിയിട്ടുണ്ട്. അത് ഉഹുദ്
ഉഹുദ് മലയോളം കടമാണെങ്കിലും സമുദ്രത്തിന്റെ തിരമാലയോളം കടമുണ്ടെങ്കിലും നീ കടക്കാരനാണോ ഈ ഇസ്മ ചെല്ലുന്നതെങ്കിൽ ഖലല്ലാഹു ദൈന, അല്ലാഹു അവന്റെ കടങ്ങൾ വെട്ടിക്കൊടുക്കും. ഔ ഖായിഫൻ അമിന, ഒരു ഭയപ്പെട്ട ആളാണ് ഈ ഇസ്മ ചെല്ലുന്നത്. ശത്രുക്കളെ ഭയന്നു, സാഹിര്യങ്ങളെ ഭയന്നു, കണ്ണേറ് ഭയന്നിട്ടാണ് ഈ ഇസ്മ ചെല്ലുന്നതെങ്കിൽ അമിന, അല്ലാഹു നിർഭയത്വം നൽകും. നിന്റെ ഭയം അല്ലാഹു മാറ്റിത്തരുകയാണ്. ഔ മഗ്മൂമൻ ഫറജല്ലാഹു അൻഹു ഗമ്മഹു, ഒരു ടെൻഷൻ അടിക്കുന്ന ആളാണ്. മക്കളെ കുറിച്ച് ടെൻഷൻ, ജോലിയെ കുറിച്ച് ടെൻഷൻ, ജീവിത മേഖലയെ കുറിച്ച് ടെൻഷൻ, ഭാര്യയെ കുറിച്ച് ടെൻഷൻ, ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ. അങ്ങനെ ടെൻഷൻ ഉള്ള ആളാണ്. എന്ത് ടെൻഷൻ ആവട്ടെ, ടെൻഷൻ ഉള്ള ആളാണ് യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് ചെല്ലുന്നതെങ്കിൽ ഫറജല്ലാഹു മിൻഹു ഗമ്മഹു, അവന്റെ ടെൻഷൻ അല്ലാഹു മാറ്റിത്തരുന്ന പറഞ്ഞത്. ഞാനല്ല, ഈ മജ്‌ലിസ് നടത്തുന്ന ഞാനല്ല, ജാബിർ ദാരിമിയല്ല, പടച്ച തമ്പുരാൻ മാറ്റിത്തരും. കാരണം അത് അള്ളാന്റെ ഇസ്മാണ്. വൈൻകാന മുസാഫിറൻ റജഅ ഇലാ അഹ്ലിഹി സാലിമ, ഒരു യാത്ര പോകുന്ന ആളാണ്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ റജഅ ഇലാ അഹ്ലിഹി സാലിമ, കുടുംബത്തിലേക്ക് സംരക്ഷണത്തോടെ എത്താൻ കഴിയും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആ യാത്രയിലെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മളെ സംരക്ഷിക്കുകയാണ്. അത്രയും വീര്യം കൂടിയ ഒരു ഇസ്മാണ് യാ ലത്തീഫു യാ അല്ലാഹ്. ഈ ഇസ്മുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചില മഹാന്മാര് പറയുന്നുണ്ട്, അഹിയല്ലാഹു ബാത്തിനഹു ബിനൂരിൽ മആരിഫി, അവന്റെ ഉള്ള് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കും. ഉള്ള് കൽബിനെ അള്ളാഹു ജീവിപ്പിക്കും. അങ്ങനെ കൽബ് ഒരാളുടേത് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹു നമ്മൾക്ക് നൽകും. അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഖലാക്കൂല, നോമ്പ് ഖലാക്കൂല, ഖുർആൻ ഒഴിവാക്കൂല, ദിക്ർ ഒഴിവാക്കൂല, തിന്മകൾ ചെയ്യൂല, നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. എപ്പോഴും നിസ്കരിക്കും, ഒരു സുന്നത്ത് ഒഴിവാക്കൂല, ഒരു സുന്നത്ത് ഒഴിവാക്കൂല, ഒരു ഖൈറായ കാര്യങ്ങളും ഒഴിവാക്കൂല. അപ്പൊ ഈ ഇസ്മുമായി നമ്മൾ ബന്ധപ്പെടണം. നമ്മളെ മക്കളോടൊക്കെ ചെറുപ്പത്തിൽ തന്നെ യാ ലത്തീഫു യാ അല്ലാഹ് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. മക്കളോട് ഇങ്ങനെ പറ മോനെ യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ആ മക്കളുടെ കൽബ്, ആ മക്കളുടെ ഉള്ള് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കും. ആ മക്കൾ പിന്നെ ഒരിക്കലും തലതിരിഞ്ഞ മക്കളാവൂല. നിങ്ങൾ പറഞ്ഞത് കേൾക്കാതിരിക്കൂല. മക്കളെ കുറിച്ച് നിസ്കരിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഒരാളോടും പറയേണ്ടി വരൂല. മക്കള് മോശക്കാരനാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് വരൂല. യാ ലത്തീഫു യാ അല്ലാഹ് വഹഫിളഹു ഫീ നഫ്സിഹി വമാലിഹി വഅഹ്ലിഹി, അവന്റെ ശരീരത്തിനെ സംരക്ഷിക്കും, അവന്റെ സ്വത്തിനെ സംരക്ഷിക്കും, അവന്റെ കുടുംബത്തിനെ അല്ലാഹു സംരക്ഷിക്കും. കുടുംബനാഥൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തിനെ അല്ലാഹു കാക്കും. വമാലിഹി, അവന്റെ സമ്പത്തിനെ അല്ലാഹു കാക്കുകയാണ്. പോരാ വഅഹ്ലിഹി, അവന്റെ കുടുംബക്കാരെ മുഴുവനും സംരക്ഷിക്കുകയാണ്. അപ്പൊ കുടുംബത്തിൽ എല്ലാവരും ചൊല്ലിയാലോ? അപ്പൊ വീട്ടിലുള്ള എല്ലാ ആളുകളും ചൊല്ലിയാലോ? എത്ര കൂലിയാണ്, എത്ര മഹത്താണ്, എത്ര സംരക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. വഖഫാഹു മാ യഖാഫുഹു, ഭയപ്പെടുന്ന എല്ലാ വിഷയത്തിനും ഇത് മതി. മഹാന്മാർ പറയാണ്, നമ്മൾ ഭയപ്പെടുന്ന എന്തൊക്കെ വിഷയമുണ്ടോ, സിഹറായാലും കണ്ണീറായാലും ഭരണാധികാരികളെ കുറിച്ചുള്ള വേവലാതിയാണെങ്കിലും എന്ത് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും അതിനൊക്കെ കഫാഹു, ഈ ഒരൊറ്റ ഇസ്മ മതി. ഈ ഒരൊറ്റ ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഓരോ ഇസ്മിനും ഒട്ടനവധി മഹത്വങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ മഹത്വം അറിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ആത്മാർത്ഥത ഉണ്ടാവും. ചില ആളുകൾ എന്ന് പറയും, എന്തിനങ്ങനെ കുറേ വിശദീകരിക്കണമെന്ന്. ഇതൊക്കെ മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് നമ്മൾ ചെല്ലണം. അപ്പോഴാണ് ആത്മാർത്ഥത കൂടുക. അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിന് ശക്തി നൽകുകയാണ്, മനസ്സിന് നല്ല ധൈര്യം നൽകുകയാണ്. ഒരു പേടിയാണ് ജോലിക്ക് പോകാൻ, ഒരു പേടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ, ഒരു പേടിയാണ്, ഒരു ഭയാണ്. എന്തിനൊരു പേടി? ആ പേടി അള്ളാഹു മാറ്റിത്തരും. മക്കളോടൊക്കെ ചെല്ലാൻ പറയും, ഒരു പേടി ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് പോകാനും പേടി ഉണ്ടാവില്ല, ജോലിക്ക് പോകാനും പേടി ഉണ്ടാവില്ല, എന്തിനും പേടി ഉണ്ടാവില്ല. അള്ളാഹു ഹൃദയത്തിന് ശക്തി നൽകി അനുഗ്രഹിക്കും. ഈ ഒരൊറ്റ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കളുടെ മനസ്സിലേക്ക് ഒരു പേടി ഉണ്ടാവും. നമ്മളെ കുറിച്ച് നമ്മളെ തൊടാൻ കഴിയൂല. നമ്മൾക്ക് ഒരുപാട് ശത്രുക്കൾ
ഉണ്ടാവും. പക്ഷെ ശത്രുക്കൾക്ക് നമ്മളെ പേടിയക്കാരം. ഓൻ ഭയങ്കര സാധനമാണെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോകുന്ന ഓളോട് കളിക്കാൻ പറ്റൂലട്ടോ എന്ന് ഓല മനസ്സിലേക്ക് അള്ളാഹു ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. ഈ ഇസ്മ നമ്മൾ പതിവാക്കണമെന്ന് മാത്രം അള്ളാഹു പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, യാ ലത്തീഫു എന്ന് പറയുന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ടെൻഷനുള്ള ആളുകളുണ്ട്, കാലുവേദനയുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്. വേദനകൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കൾക്ക് ജോലിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല, എപ്പോഴും ഉറക്കാണ് ഉസ്താദേ എന്ന് പല ഉമ്മമാരും വിളിച്ചു പറഞ്ഞു. റബ്ബേ, ആ ഉമ്മമാരുടെ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. അവരെ സ്നേഹിക്കാനും അവര് പറഞ്ഞത് കേൾക്കാനും ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ഭർത്താക്കന്മാരുടെ അവിഹിതം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അത് നിർത്തി കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ ജീവിത മേഖലയിൽ സിഹ്ർ കണ്ണേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരുടെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവരെ പട്ടിണിയിലാക്കല്ല അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠനിയന്മാര്, അവരെ കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, ഭക്ഷണം തന്നവര്, വല്ലുപ്പമാര്, മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, മജ്ലിസ് കാണുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് നീ നിലനിർത്തണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.